ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആകുമ്പോൾ നാഗർകോവിലിൽ ഈ കുട്ടി ഉണ്ടായിരുന്നു. അതായത് പാറശാല വരെ നവ്യ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഇതാ നാഗർകോവിലിലെ CCTVയിലും കുട്ടി പതിഞ്ഞിട്ടുണ്ട്. നാഗർകോവിലിൽ നിന്ന് ഇറങ്ങി അവിടെയുള്ള ടാപ്പിൽ നിന്ന് കുപ്പിയിൽ വെള്ളം നിറച്ച് തിരികെ കയറിയ പെൺകുട്ടി. അവളുടെ കയ്യിൽ അപ്പോഴുള്ളത് 40 രൂപയാകണം. അത്രമാത്രം പണമേ തൻ്റെ കയ്യിലുള്ളൂ എന്ന് ആ കുട്ടിക്കും അറിയാം. അവിടെ ഇറങ്ങി വെള്ളം നിറച്ച് അസമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ട്രെയിൻ യാത്രക്കിടയിൽ സ്റ്റേഷനുകളിൽ നിന്നൊക്കെ അച്ഛനും അമ്മയും ഒക്കെ ഇതുപോലെ വെള്ളം എടുക്കുന്നത് ആ കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അവളുടെ ആദ്യ ട്രെയിൻ യാത്ര അസമിൽ നിന്ന് കേരളത്തിലേക്കായിരുന്നു. അതിനിടയിൽ പലയിടങ്ങളിൽ നിന്ന് 3 ദിവസം നീളുന്ന യാത്രയിൽ പലയിടങ്ങളിൽ നിന്നും വെള്ളം ഇതുപോലെ സ്റ്റേഷനിൽ നിന്ന് ശേഖരിക്കുന്നത് ഈ കുട്ടി കണ്ടിട്ടുണ്ടാകും. അതേ രീതിയിൽ നാഗർകോവിലിൽ നിന്ന് കുപ്പിയിൽ അവിടുത്തെ ടാപ്പിൽ നിന്ന് വെള്ളം നിറച്ച് ഈ കുട്ടി തിരികെ ട്രെയിനിൽ കയറിയിരിക്കുന്നു. അതായത് കന്യാകുമാരിയിൽ അവസാനിക്കുന്ന ആ യാത്രയിൽ കന്യാകുമാരി വരെ അവൾ പോയിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ദിലീപ്? തീർച്ചയായിട്ടും സുജിയ, ഈ കുട്ടി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വെള്ളം എടുത്ത ശേഷം തിരികെ കയറി എന്നുള്ള ഒരു അനുമാനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതായത് പുറത്തിറങ്ങിയെങ്കിൽ പുറത്തെ ദൃശ്യങ്ങളിൽ നിന്ന് അത് കാണാമായിരുന്നു. പക്ഷേ അത്തരത്തിൽ ഉള്ള ദൃശ്യങ്ങളിൽ നിന്ന് കുട്ടിയെ കണ്ടില്ല. കുട്ടി തിരികെ ട്രെയിനിൽ കയറി എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ RPF പോലീസ് സംഘമുള്ളത്. ഈ വിവരം നേരത്തെ സുജിയെ പറഞ്ഞതുപോലെ തന്നെ കുട്ടി അസമിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന ആദ്യ യാത്ര, രണ്ടാമത് കുട്ടി തനിച്ചുള്ള യാത്ര. ഇതിൽ സുജിയ പറഞ്ഞതുപോലെ തന്നെ കുട്ടി വെള്ളം എടുക്കുന്നത് കുട്ടിക്ക് ഒരു പക്ഷേ പരിചയമുണ്ടായിരിക്കാം. അങ്ങനെ ആയിരിക്കാം കുട്ടി ഈ സ്റ്റേഷനിൽ നാഗർകോവിൽ ഇറങ്ങി വെള്ളം എടുക്കുന്നു. ആ കുപ്പിയിൽ വെള്ളം എടുത്തതിന് ശേഷം പോകുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടിയുടെ കയ്യിൽ ഒരു കുപ്പി തന്നെ കരുതിയിട്ടുണ്ടാകും. അങ്ങനെ എങ്ങനെ കുട്ടിക്ക് കുപ്പി കിട്ടി, അല്ലെങ്കിൽ കുപ്പി വെള്ളം നേരത്തെ വാങ്ങിയിരുന്നോ എന്നുള്ളതടക്കം പോലീസിന് ഇനി അന്വേഷിക്കേണ്ടതുണ്ട്. ഇനി വേറെ എവിടെന്നെങ്കിലും കുപ്പി എടുത്തതാകാം, കമ്പാർട്ട്മെൻറ്റിൽ കിട്ടിയ കുപ്പി ആകാം. ഒരു പക്ഷേ ആ കാലിക്കുപ്പിയിൽ വെള്ളം നിറച്ചതാകാനുള്ള സാധ്യതയും നമ്മൾക്കറിയാം. കാരണം 40 രൂപ മാത്രമേ ഈ കുട്ടിയുടെ പക്കലുള്ളൂ. ഈ 40 രൂപ കൊണ്ട് എത്ര നേരം കുട്ടിക്ക് വിശപ്പടക്കി നിൽക്കാൻ സാധിക്കും, ദാഹം അകറ്റി നിൽക്കാൻ സാധിക്കും. അങ്ങനെയാണ് കുട്ടി ഇപ്പോൾ ഈ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി വെള്ളം എടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മൾ ഈ നാഗർകോവിൽ സ്റ്റേഷനിൽ RPF പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ 44 ക്യാമറകളുടെ ദൃശ്യങ്ങൾ ഇന്നലെ പരിശോധിച്ചിരുന്നു പറഞ്ഞത്. നമ്മൾ കൃത്യമായി ചോദിച്ചു, ഈ കുട്ടി എത്തിയ ഐലൻഡ് എക്സ്പ്രസ് എത്തിയ സമയം എത്രയാണ്, 3 മണിക്ക് എത്തി എന്നുള്ള സമയം നമ്മൾ പറയുന്നു. ആ സമയത്തുള്ള 44 ക്യാമറകളുടെ ദൃശ്യങ്ങൾ പരിശോധിച്ചെന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഡയറക്റ്റ് ബൈറ്റ് അടക്കമുണ്ട്. പിന്നീടും വീണ്ടുമുള്ള പരിശോധനയിലാണ് കുട്ടിക്ക് സാമ്യമായ ഒരു കുട്ടി ഈ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്നു. അവിടെ നിന്ന് 3:03 ഇറങ്ങി അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നതായിട്ട് പോലീസിന് RPFന് വിവരം ലഭിക്കുന്നത്. അത് ആ ദൃശ്യങ്ങളിൽ കാണുന്ന. പിന്നീട് അത് ആ കുട്ടിയാണെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ ഈ RPF പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ഇപ്പോൾ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, RPF പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടിയിൽ കയറിയവരാണ്. അവർക്ക് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയില്ല. പക്ഷേ അവർ പറയുന്നത് ഈ കുട്ടി തന്നെയാണെന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ കന്യാകുമാരി സ്റ്റേഷനിലേക്ക്, മറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് അലേർട്ട് നൽകിയിരിക്കുന്നത്. രാവിലെ മുതൽ നമ്മൾക്ക് ലഭിച്ച ഏക വിവരം ഇപ്പോൾ ഇത് മാത്രമാണ്. ഇന്ന് പകൽ കിട്ടിയ ഏക വിവരം ഈ കുട്ടി നാഗർകോവിൽ ജംഗ്ഷനിൽ ഇറങ്ങി വെള്ളം കുടിച്ചു എന്നുള്ള ഒരു വിവരം മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക ദിലീപ് ദേവസ്യ. ഇപ്പോൾ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ നിന്നുള്ള RPFന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഈ പെൺകുട്ടി നാഗർകോവിൽ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെയുള്ള പ്ലാറ്റ്ഫോം നമ്പർ 2 ടാപ്പിൽ നിന്ന് വെള്ളം നിറച്ച് തിരികെ ട്രെയിനിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് ആ പെൺകുട്ടി ആ സ്റ്റേഷനിൽ തന്നെ, ആ ട്രെയിൻ പോകുന്നതിന് മുൻപ് തിരിച്ചിറങ്ങിയോ എന്നുള്ളത് വ്യക്തമല്ല. കന്യാകുമാരിയിൽ യാത്ര അവസാനിപ്പിച്ച ട്രെയിനാണ്. അതുകൊണ്ട് ഒന്നുകൂടി അവിടെയുള്ള CCTVകളൊക്കെ പരിശോധിക്കേണ്ട സാഹചര്യമുണ്ട്. ഈ കുട്ടി വന്നു നിൽക്കുന്ന, അതായത് ഈ ട്രെയിനിന്റെ എൻജിൻ ഭാഗം വന്ന് നിൽക്കുന്നയിടത്ത് CCTVകൾ ഇല്ല എന്നുള്ള വിവരവും വരുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി എവിടേക്ക് പോയി എന്നത് ഒന്നുകൂടി തിരയേണ്ടിയിരിക്കുന്നു. കന്യാകുമാരിയിൽ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് നമുക്ക് എത്താം.